ഹലോ, ആഫ്റ്റർ എ ലോങ് ടൈം ഒരു വീഡിയോ ചെയ്യുന്നത്. നാട്ടിലായതുകൊണ്ട് നല്ല തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുഷ്പ മൂവി കാണാൻ പോവുകയാണ്. അതും തെലുങ്കാനയിലാണ് നമ്മൾ പുഷ്പ മൂവി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നാട്ടിൽ വന്ന് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ടൈമായി. പക്ഷെ നല്ല തിരക്കായതുകൊണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട്, അതൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഫിലിം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഷോ 1:30 ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക്. ഞാനാണെങ്കിൽ മോർണിംഗ് കുറേ റിവ്യൂസ് കണ്ടു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള റിവ്യൂസ് കണ്ടു, പിന്നെ ദുബായിൽ നിന്ന് ഉള്ള റിവ്യൂസ് കണ്ടു. എല്ലാം ഒരു നെഗറ്റീവ് വേയിലാണ് ഞാൻ കണ്ടത്. ഞങ്ങളിപ്പം കാണാൻ പോകുന്നത് തെലുഗു മീൻസ് എന്താ പറയുക, ഡബ്ബിങ് അല്ല, തെലുഗു തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പം കേരളത്തിൽ നിന്നും ദുബായിൽ നിന്നുള്ള റിവ്യൂസൊക്കെ കുറച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് നോക്കട്ടെ ഇവിടെ എന്താ അവസ്ഥ. ഇവിടെയുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. ഇവരുടെ ഫിലിം ആയതുകൊണ്ട് എന്തായാലും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. പ്രത്യേകിച്ച് ഇവരുടെ എന്തായിരിക്കും നമുക്ക് കാണാമല്ലോ. അതായത് നമ്മൾ എന്താ പറയുക, സെയിം ലാംഗ്വേജിൽ, അതായത് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കാണുമ്പോൾ ചിലപ്പോൾ ഡബ്ബിങ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും. ഡബ്ബിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ കണ്ടതെടുത്തോളം ഫുള്ള് നെഗറ്റീവ് റിവ്യൂസാണ് ഞാൻ കണ്ടത്. കുറച്ച് പോസിറ്റീവ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിട്ട് ഫിലിം കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മാളിലാണ് ഫിലിം കാണാൻ വേണ്ടി വന്നേക്കുന്നത്. They are egg puffs. Huh? ഇന്റർവെല്ലായല്ലേ കിട്ടും. എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഇന്റർവെല്ല് വരെ കുഴപ്പമില്ലായിരുന്നു, മീൻസ് കുഴപ്പമില്ല. ഇന്റർവെല്ല് വരെ ഓക്കെയാണ്. പക്ഷെ ഫഹദ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എനിക്ക് അല്ലു അർജുനേക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഫഹദിന്റെ പെർഫോമൻസാണ്. നിനക്കോ ആദ്യ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടത്? ഇനി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഫിലിം ഫുള്ള് എങ്ങനെയുണ്ടെന്ന് പറയാം. എങ്ങനെ പുഷ്പ എങ്ങനെ കിട്ടും? പുഷ്പ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം മൂവി കണ്ടു കഴിഞ്ഞു, സെക്കൻഡ് ഹാഫും കഴിഞ്ഞു. മൂവിൻ്റെ റിവ്യൂ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. ഇപ്പം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക്, ഇപ്പം മൂവി കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോവാം. അതുകൊണ്ട് മൂവിൻ്റെ റിവ്യൂ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. ഓക്കെ, മൂവിനെ കുറിച്ച് എന്താ കിട്ടും പറയാനുള്ളത്? It's very good movie. You can watch. Fahad Fasil acting is very good. Okay. Allu Arjun acting also very good. Allu Arjun only is the one man show.
അയ്യോ Yes, he's no തെലുഗുവിൽ നീ എങ്ങനെ ഒരു മൂവി റിവ്യൂ അറിയാം മീൻസ് chala bagundi. One man show. Allu Arjun one man show. Other characters also very good. Yeah, he is a one show. No? Everywhere you can see only him. He is the ruler. Okay, other side characters are very well played. Good screenplay. Director played very well. Yeah, his screenplay is very good. We are waiting for Pushpa 3. പുഷ്പ 3 ഉണ്ടാവോ? Yes, Pushpa 3 Rampage. We want to see what happened exactly. The bomb blasted or what happened exactly, we want to know. അപ്പം അയ്യോ നീ എന്തിനാ ക്ലൈമാക്സ് പറഞ്ഞത്? I didn't say any climax. I'm just waiting for that. ഓക്കെ ഞാൻ എൻ്റേത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. Okay, sure. ഇത് സ്റ്റാർസ് നമുക്ക് സ്റ്റാർസ് വാങ്ങാം. బుక్కులు తీరాడు ఇలా చాలా అన్ని చాలా డిఫరెంట్ చేసుకుంటాను మార్క్స్ డిఫరెంట్ చెప్తాను. ഹലോ, അപ്പോൾ നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. റിവ്യൂ പറയാമെന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് പുഷ്പ 1 ആണ് പുഷ്പ 2വിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത്, പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോർണിംഗ് ഞാൻ ഫുള്ള് നെഗറ്റീവ് കണ്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ റിവ്യൂസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷോയിൻ്റെ. അപ്പം പ്രത്യേകിച്ച് ഞാൻ മലയാളം റിവ്യൂസ് നോക്കിയപ്പോൾ ഞാൻ തെലുഗു റിവ്യൂസ് നോക്കില്ല, മലയാളം മാത്രമേ നോക്കിയുള്ളൂ. അതിനകത്ത് ഫുൾ നെഗറ്റീവായിരുന്നു. പക്ഷേ എനിക്ക് പുഷ്പ 2 കണ്ടിറങ്ങിയപ്പം അത്ര നെഗറ്റീവ് എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത്രയും നെഗറ്റീവ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. പിന്നെ അതിനകത്ത് പിന്നെ പറയാനുള്ളത് പിന്നെ 3.5 മണിക്കൂറാണ് മൂവി വരുന്നത്. ഞങ്ങളുടെ ഷോ 1:30 സ്റ്റാർട്ട് ചെയ്തത്. 1:30 തൊട്ട് 5 വരെ, അതായത് 5 വരെ മൂവി ഉണ്ടായിരുന്നു. അപ്പം 3.5 മണിക്കൂറോളം ആ മൂവി ഉണ്ടായിരുന്നു. 3.5 മണിക്കൂറോളം അത്ര ഒരു ഇത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം 3.5 മണിക്കൂർ എന്നുള്ളൊരു 2.5 മണിക്കൂർ തന്നെ ഉള്ളൊരു ഫിലിം ആക്കായിരുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പിന്നെ ഫൈറ്റ് സീൻസ് കുറച്ചൊരു എന്താ തെലുഗു ഫിലിമിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ടേസ്റ്റ്, അതിനകത്ത് നമുക്ക് ആ ഒരു ഫൈറ്റ് സീനിൽ കുറച്ച് ഒരു ഇതെനിക്ക് തോന്നി. എന്താ പറയുക, ഒരു ഞാൻ പറഞ്ഞല്ലോ ഫൈറ്റ് അതിനകത്ത് എനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സ്ഥലത്ത് കേട്ടോ ഫൈറ്റ് എനിക്ക് കുറച്ചൊരു ഓവർ ആക്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അത് തെലുഗു ഫിലിമിൽ എല്ലാത്തിലും ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് ആയതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല. എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. ക്ലൈമാക്സിൻ്റെ ഇതിലൊക്കെ വരുമ്പോഴുള്ള ഫൈറ്റൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പാട്ടും ഡാൻസും സോങ്സും ഡാൻസും ഒക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അതിനകത്ത് എനിക്ക് 2-3 പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെന്താ, ഫഹദിൻ്റെ ക്യാരക്ടർ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഫഹദ് അടിപൊളിയായിരുന്നു. പേഴ്സണലി എനിക്ക് അല്ലു അർജുൻ്റെ ക്യാരക്ടറിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഫഹദിൻ്റെ ക്യാരക്ടറായിരുന്നു. നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഫഹദിനകത്ത്. അല്ലു അർജുനും ഉണ്ട്, ഇല്ല അതല്ല പറയുന്നത്, അല്ലു അർജുനാണല്ലോ അതിനകത്ത് മെയിൻ. പക്ഷെ സൈഡ് ക്യാരക്ടറായ ഫഹദ് അതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കുറച്ച് അധികം ഡിഫറെൻ്റ് ആയിട്ടാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. പിന്നെ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ജപ്പാനിൽ വെച്ചിട്ട് ജാപ്പനീസുമായിട്ട് ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട് ഫിലിമിൻ്റെ തുടക്കത്തിൽ. ആ ഫൈറ്റ് സീൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു അവിടെ. പിന്നെ പറയാന്ന് വെച്ചാൽ ഫിലിം ഓവറോൾ ഓക്കെ ആയിരുന്നു. എല്ലാവരും പോയി കാണാം, ഒരു വട്ടമെങ്കിലും കാണാനുണ്ട് ആ ഫിലിം. നെഗറ്റീവ് നോക്കി ആരും വീട്ടിലിരിക്കില്ല, ഒരു വട്ടം പോയി കാണാൻ പറ്റുന്ന ഫിലിമാണ്. പിന്നെ ഞാൻ തെലുഗു വേർഷനാണ് കണ്ടത് ഫിലിം. അപ്പം ആ ഒറിജിനൽ ഇതായതുകൊണ്ട് എനിക്ക് അല്ലു അർജുൻ്റെ സൗണ്ട്
അല്ലു അർജുൻ്റെ സൗണ്ട് നമ്മൾ മലയാളത്തിൽ കേൾക്കുമ്പോൾ കുറച്ച് ഗാംഭീര്യമുള്ള സൗണ്ടല്ലോ. എനിക്ക് തെലുഗുവിൽ അത്ര ഒരു ഇത് തോന്നില്ല. എനിക്ക് തെലുഗുവിൽ അല്ലു അർജുൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫഹദ് ഫാസിൽ തന്നെയാണ് തെലുഗുവിൽ ഡബ്ബിങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വോയിസ് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അത് അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരു ഡബ്ബിങ് കൂടി ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് എന്താ പറയാനുള്ളത്, ഓവറോൾ ഫിലിം ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഇത്രയൊക്കെയുള്ളൂ റിവ്യൂ. അപ്പം ബൈ ബൈ. ഇനി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോ ഇടണം എന്നുണ്ട്. ഇപ്പം നാട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഇഷ്ടംപോലെ വീഡിയോ ഇടാനുണ്ട്. സിസ്റ്ററുടെ മാരേജ് ആയിട്ട് നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഇനി ഞാൻ സ്ലോലി കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം ആയിട്ടുണ്ടെന്നല്ല, അതിക്രമിച്ചു ടൈമൊക്കെ. അപ്പം മെല്ലെ അത് ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഫുള്ള് ബിസി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എപ്പം വരുമെന്ന് എനിക്കറിയത്തില്ല. ബൈ സീ യു.